കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സിനിമകളിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാമറ ആംഗിളുകളെ കുറിച്ചാണ്. എന്നാൽ ഇന്നത്തെ ഈ വീഡിയോയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സിനിമയിൽ ഉപയോഗിക്കുന്ന സിനിമാറ്റിക് ഫ്രെയിം സൈസുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തിനാണ് ഈ രീതിയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്രെയിം സൈസുകൾ സിനിമകളിൽ ഉപയോഗിക്കുന്നതെന്ന് പലർക്കും അറിയില്ല. AI ഫിലിം മേക്കിങ്ങിലും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ ഫ്രെയിം സൈസുകളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും അവ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്നും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു കഥാപാത്രത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്രെയിം സൈസിൽ കാണാൻ കഴിയും. എക്സ്ട്രീം വൈഡ് ഷോട്ട്, വൈഡ് ഷോട്ട്, മീഡിയം വൈഡ് ഷോട്ട്, മീഡിയം ഷോട്ട്, മീഡിയം ക്ലോസപ്പ് ഷോട്ട്, ക്ലോസപ്പ് ഷോട്ട്, എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്രെയിം സൈസിൽ കഥാപാത്രത്തെ നമുക്ക് ഈ ഒരു ചിത്രത്തിൽ കാണാം. ഓരോ ഫ്രെയിം സൈസുകളെക്കുറിച്ചും അഥവാ ഓരോ ഷോട്ടുകളെക്കുറിച്ചും നമ്മൾ പ്രത്യേകം പഠിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് ആ ഒരു ഷോട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നത്. രണ്ടാമതായിട്ട് ആ ഒരു ഷോട്ടിൻ്റെ ഉപയോഗം എന്താണ്. മൂന്നാമത് അതിലെ വൈകാരിക നില എന്താണ്. അതായത് നമ്മൾ ഈ കാണുന്ന ഓരോ ഫ്രെയിം സൈസും ഒരു പ്രേക്ഷകൻ്റെ മുന്നിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുമ്പോൾ പ്രേക്ഷകന് മനസ്സിൽ ഫീൽ ചെയ്യുന്ന ആ ഒരു ഇമോഷൻ അതെന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഒരു സിനിമാറ്റിക് വിഷ്വലിനെ സംബന്ധിച്ച് അതിലുള്ള ഇമോഷൻ എന്താണെന്നറിയൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യം പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി നമുക്കിതിൽ പറഞ്ഞ ഓരോന്നും വ്യക്തമായിട്ട് നോക്കാം. ആദ്യത്തേത് എക്സ്ട്രീം വൈഡ് ഷോട്ട്. സിനിമകളിൽ പശ്ചാത്തലത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ചിത്രീകരിക്കുന്ന വളരെ വലിയ ഒരു ഫ്രെയിം സൈസാണ് എക്സ്ട്രീം വൈഡ് ഷോട്ട് അല്ലെങ്കിൽ എക്സ്ട്രീം ലോങ് ഷോട്ട്. ഈ ഒരു ഷോട്ടിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ കഥ നടക്കുന്ന ലൊക്കേഷൻ, ആ ഒരു പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കുക എന്നതാണ്. ഒരു കഥാപാത്രം എത്രമാത്രം ഒറ്റപ്പെട്ടവനാണെന്നോ അല്ലെങ്കിൽ എത്രമാത്രം ബലഹീനനാണെന്നോ എന്ന് പ്രേക്ഷകർക്ക് ഒരു ഇമോഷണൽ ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കുവാനും ഈ ഒരു ഫ്രെയിം സൈസ് ഷോട്ട് കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇതിൽ മനുഷ്യർക്കോ മറ്റു കഥാപാത്രങ്ങൾക്കോ കൂടുതൽ പ്രാധാന്യമൊന്നുമില്ല. കഥ നടക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കഥാപാത്രം എത്രമാത്രം ദൃശ്യ മനോഹാരിതയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നിൽക്കുന്നതെന്നും ഈ ഒരു ഫ്രെയിമിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനി ഇതിൻ്റെ വൈകാരിക നില എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കഥാപാത്രത്തിൻ്റെ ഏകാന്തതയാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് വലിയൊരു ലോകത്ത് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തത് വൈഡ് ഷോട്ട്. കഥാപാത്രത്തെയും അയാൾ നിൽക്കുന്ന ചുറ്റുപാടുകളെയും ഒരേ സമയം കൃത്യമായ പ്രാധാന്യത്തോടെ കാണിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രെയിം സൈസ് ഷോട്ടാണ് വൈഡ് ഷോട്ട്. കഥാപാത്രത്തിൻ്റെ തല മുതൽ കാല് വരെ കാണുന്ന വിധത്തിലാണ് ഈ ഒരു ഷോട്ട് ചെയ്യുന്നത്. ഈ ഒരു ഫ്രെയിം ഷോട്ടിൻ്റെ പ്രധാന ഉപയോഗം എന്ന് പറയുന്നത് നമ്മുടെ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൻ്റെ ആക്ഷൻ എന്താണ് അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് എന്താണ് അത് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നതിനാണ് പ്രധാനമായിട്ടും ഈ ഒരു ഫ്രെയിം സൈസ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ പൂർണ്ണമായിട്ടുള്ള രൂപം എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ഉപയോഗത്തിനായിട്ടും വൈഡ് ഷോട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ 2 കാര്യങ്ങൾ ഒരേ സമയം ബാലൻസ് ചെയ്തിട്ടാണ് നമ്മളിത് കാണിക്കുന്നത്. അതായത് ഒരു സബ്ജക്റ്റിനെയും കാണിക്കുന്നു, അതിനോടൊപ്പം ആ സബ്ജക്റ്റ് നിൽക്കുന്ന പശ്ചാത്തലത്തിനെയും ഒരേ ഫ്രെയിമിൽ തന്നെ ഒരുപോലെ കാണിക്കുന്നു. ഇനി ഇതിൻ്റെ വൈകാരിക നില നോക്കിയാൽ ഈ ഒരു ദൃശ്യം പ്രേക്ഷകരുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. വലിയ മാനസിക സംഘർഷങ്ങളൊന്നും തന്നെ ഈ ഒരു ദൃശ്യം കാണുന്നതിലൂടെ പ്രേക്ഷകരുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നില്ല. പകരം ഒരു സാധാരണ സ്വാഭാവികമായിട്ടുള്ള മാനസികാവസ്ഥ മാത്രമായിരിക്കും പ്രേക്ഷകർക്കുണ്ടായിരിക്കുക. അതുപോലെ തന്നെ പ്രേക്ഷകർ ഈ ദൃശ്യത്തിൽ എന്തൊക്കെയാണുള്ളതെന്ന് നിരീക്ഷിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഈ ഒരു ദൃശ്യം അവർക്ക് നൽകുന്നത്. അടുത്തത് മീഡിയം വൈഡ് ഷോട്ട്. കഥാപാത്രത്തിൻ്റെ മുട്ടിന് മുകളിൽ നിന്ന് തല വരെയുള്ള ഭാഗത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഫ്രെയിം സൈസാണ് മീഡിയം വൈഡ് ഷോട്ട്. അതേപോലെ കഥാപാത്രത്തിൻ്റെ അംഗചലനങ്ങളും എക്സ്പ്രഷൻസും നമുക്ക് ഈ ഒരു സീനിൽ വ്യക്തമായിട്ട് തിരിച്ചറിയാനും സാധിക്കും. പ്രേക്ഷകരുടെ ഉള്ളിൽ ജനിക്കുന്ന മാനസികാവസ്ഥ നമ്മുടെ കഥാപാത്രവുമായിട്ട് ഒരു വൈകാരിക ബന്ധം ചെറിയ രീതിയിൽ സ്ഥാപിക്കുവാനായിട്ട് ഈ രീതിയിലുള്ള ഫ്രെയിമുകൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഒരു റിലാക്സ്ഡ് ഫീലിംഗ് ആയിരിക്കും ഇത്തരം ഫ്രെയിം സൈസിലുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ ഉണ്ടാവുന്നത്. മീഡിയം ഷോട്ട്
അഥവാ മധ്യ ദൃശ്യ ഷോട്ട്. കഥാപാത്രത്തിൻ്റെ തല മുതൽ ഏകദേശം ഇടുപ്പ് വരെയുള്ള ഭാഗം വ്യക്തമായിട്ട് കാണുന്ന വിധത്തിലായിരിക്കും ഈ ഒരു ഫ്രെയിം വരുന്നത്. ഡയലോഗ് സീനുകളിലും ഇൻ്റർവ്യൂ സീനുകളിലൊക്കെ കഥാപാത്രങ്ങളെ കാണിക്കാനായിട്ട് ഈ ഒരു ഫ്രെയിം സൈസ് കൂടുതലായിട്ട് തന്നെ ഉപയോഗിക്കാറുണ്ട്. രണ്ട് കഥാപാത്രങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അവരുടെ മുഖഭാവങ്ങളും ഒപ്പം കൈകളുടെ ചലനങ്ങളും ഒരേ സമയം കാണിക്കാനും ഈ ഒരു ഷോട്ട് ഏറ്റവും അനുയോജ്യമാണ്. അതിതീവ്രമായിട്ടുള്ള ഒരു വൈകാരികതയുമല്ല, വൈകാരികത തീരെ ഇല്ലാത്ത അവസ്ഥയുമല്ല, രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ബാലൻസ് ആയിട്ടുള്ള ഒരു വൈകാരിക നിലയായിരിക്കും ഈ ഒരു രീതിയിലുള്ള ദൃശ്യത്തിൽ കാണുന്ന പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്തത് മീഡിയം ക്ലോസപ്പ് ഷോട്ട്. കഥാപാത്രത്തിൻ്റെ തല മുതൽ നെഞ്ച് വരെയുള്ള ഭാഗം വ്യക്തമായി കാണുന്ന വിധത്തിലായിരിക്കും ഈ ഷോട്ട് വരുന്നത്. കഥാപാത്രത്തിൻ്റെ വ്യക്തിത്വത്തിലേക്കും അവരുടെ മനസ്സിലെ വികാരങ്ങളിലേക്കും പ്രേക്ഷകരെ കൂടുതൽ അടുപ്പിക്കുന്ന ഒരു മനോഹരമായ ഷോട്ടാണിത്. ഇതിൽ പശ്ചാത്തലത്തിന് പ്രാധാന്യം വളരെ കുറവായിരിക്കും. പശ്ചാത്തലം മിക്കപ്പോഴും അല്പം മങ്ങിയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതുപോലെ കഥാപാത്രത്തിൻ്റെ സംഭാഷണത്തെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിനും ഈ ഒരു ഷോട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതായത് നമ്മുടെ കഥാപാത്രം ഒരു കാര്യത്തെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്ക് പ്രേക്ഷകർ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നതിനായിട്ട് ഈ ഒരു ഫ്രെയിം സൈസ് ഷോട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത്തരം ഫ്രെയിം സൈസിലുള്ള കഥാപാത്രങ്ങളെ കാണുമ്പോൾ പ്രേക്ഷകൻ്റെ വൈകാരിക നില എന്ന് പറയുന്നത് കഥാപാത്രത്തിൻ്റെ ഇമോഷണലുമായി കൂടുതൽ അടുപ്പമുള്ളതായിട്ട് തോന്നും. അതുപോലെ തന്നെ കഥാപാത്രങ്ങളിലേക്ക് സൂക്ഷ്മമായിട്ടുള്ള ഒരു ശ്രദ്ധ പ്രേക്ഷകർക്ക് നൽകുവാനായിട്ടും സാധിക്കുന്നതാണ്. അടുത്തത് ക്ലോസപ്പ് ഷോട്ട്. നമ്മുടെ കഥാപാത്രത്തിൻ്റെ മുഖം മാത്രമായിട്ട് ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫ്രെയിം ഷോട്ടാണ് ക്ലോസപ്പ് ഷോട്ട്. കഥാപാത്രത്തിൻ്റെ ശക്തമായിട്ടുള്ള വൈകാരിക നില പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നതിനായിട്ട് ഈ ഒരു ക്ലോസപ്പ് ഷോട്ട് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നു. ഈ രീതിയിലുള്ള ഒരു കാഴ്ചയിലൂടെ നമ്മുടെ ഫ്രെയിമിലെ കഥാപാത്രവുമായി പ്രേക്ഷകർക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു വൈകാരിക ബന്ധം സ്ഥാപിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അഥവാ കഥാപാത്രം അനുഭവിക്കുന്ന ദുഃഖം, സന്തോഷം, ഭയം എല്ലാം നേരിട്ട് തന്നെ ഇത് കാണുന്ന പ്രേക്ഷകൻ്റെ ഉള്ളിലും ജനിപ്പിക്കുവാനായിട്ട് ഇത്തരം ക്ലോസപ്പ് ഷോട്ടുകൾക്ക് സാധിക്കുന്നതാണ്. ഇനി അടുത്തത് എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ട്. ഒരു കഥാപാത്രത്തിൻ്റെ കൈകൾ, കണ്ണുകൾ, ചുണ്ടുകൾ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രം സ്ക്രീൻ മുഴുവനായി കാണിക്കുന്ന ഫ്രെയിം സൈസാണ് എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ടുകൾ. വളരെ ഡീറ്റെയിൽസ് ആയിട്ട് ഒരു കാര്യത്തെ കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഷോട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വൈകാരിക സമ്മർദ്ദം ഈ രീതിയിലുള്ള എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ടുകളിലൂടെ പ്രേക്ഷകരുടെ ഉള്ളിൽ ജനിപ്പിക്കുവാനായിട്ടും സാധിക്കുന്നതാണ്. അതായത് ഇമോഷണൽ സിറ്റുവേഷൻ വളരെ ശക്തമാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ സസ്പെൻസും ടെൻഷനും ഒക്കെ പ്രേക്ഷകരുടെ ഉള്ളിൽ വർദ്ധിപ്പിക്കുവാനായിട്ടും ഇത്തരം എക്സ്ട്രീം ക്ലോസപ്പ് ഷോട്ടുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്നും ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ കഥാപാത്രത്തിൽ നിന്നും ക്യാമറ ദൂരെ നിൽക്കുന്ന ഫ്രെയിം സൈസ് ഷോട്ടുകളിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് പശ്ചാത്തലത്തിനായി, കഥാപാത്രത്തിനോ കഥാപാത്രത്തിൻ്റെ ഇമോഷനോ അല്ല. ക്യാമറ കഥാപാത്രത്തോട് അല്പം കൂടി അടുക്കുന്ന ഫ്രെയിമുകളിൽ പശ്ചാത്തലത്തിൻ്റെ പ്രാധാന്യം കുറയുകയും കഥാപാത്രത്തിന് പ്രാധാന്യം കൂടുകയും ചെയ്യുന്നു. ഈ ക്യാമറ കഥാപാത്രത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഷോട്ടുകളിൽ കഥാപാത്രത്തിൻ്റെ ഇമോഷൻ മാത്രമായിരിക്കും പ്രാധാന്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഇതാണ് AI സിനിമകളിലടക്കം ഉപയോഗിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്യാമറ ഫ്രെയിം സൈസ് ഷോട്ടുകൾ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ക്യാമറ ആംഗിളുകളും ഈ ക്ലാസ്സിൽ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതെപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കുകയും വേണമെന്ന് ഉണർത്തുകയാണ്.